അസുരന്മാരുടെ കയ്യിൽ അമൃത് കിട്ടി അവർ ത്രൈലോക്യം വെച്ചേക്കോ, കത്തിച്ച് കളയില്ലേ? എൻ്റെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ദേവന്മാർ നിലവിളിച്ചു. ഭഗവാന്റെ മായകൊണ്ട് അസുരന്മാർ അപ്പോഴേക്കും ലഹള തുടങ്ങി. അഹംപൂർവം ഞാനാവാം ആദ്യം കഴിക്കാൻ, ഞാനാദ്യം കഴിക്കാൻ, ഞാനല്ലേ സീനിയർ മോസ്റ്റ് ഞാൻ കഴിക്കാം, ഞാനല്ലേ ജൂനിയർ മോസ്റ്റ് ഞാൻ കഴിക്കാം. അവിടെ ലഹളയായി ഭഗവാന്റെ മായ കൊണ്ട്. അപ്പോഴാണ് ഭഗവാൻ തൻ്റെ 4ാമത്തെ അവതാരം എടുത്തത്. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഷാള് തലയിൽ കൂടി ഇട്ടു. മോഹിനി ആയി. സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡേ വേണ്ടി വന്നുള്ളൂ. എത്രയിലൊക്കെ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തി നിദാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപം. പട്ടേരിപ്പാടിൻ്റെ വാക്കുകളുടെ സ്റ്റോക്ക് കഴിഞ്ഞു. ഗുരുവായൂരപ്പ ആശ്ചര്യതോപ്യാശ്ചര്യം. എന്താ ആശ്ചര്യം? ഇൻഎക്സ്പ്ലിക്കബിൾ എന്നാണ്, വർണ്ണിക്കാൻ പറ്റില്ല എനിക്ക്. അങ്ങനത്തെ വേഷമായിട്ട് മാറി. നേരത്തെ വന്ന ഐശ്വര്യദേവതയായ ലക്ഷ്മിക്ക് റണ്ണറപ്പേ കിട്ടിയുള്ളൂ, മിസ് യൂണിവേഴ്സ് ഗുരുവായൂരപ്പൻ്റെ പെൺവേഷത്തിന്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. 33 കോടി ദേവന്മാർ, അസുരൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണു ഭഗവാന്റെ ത്രൈലോക്യ മോഹനമായ സ്വരൂപം. ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വേഷം കെട്ടുകാരൻ ആരാ? ഭഗവാനാ. അതുകൊണ്ടാണ് പട്ടേരിപ്പാട് ഇന്നലെ വിളിച്ചില്ലേ, ഏവം നാടിതര ഉദ്രചേഷ്ടിത വിഭോ, ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻസി ഡ്രസ്സുകാരാ, അങ്ങേക്ക് നമസ്കാരം എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല അഭിനേതാവിനുള്ള അവാർഡ് ആർക്കാ കൊടുക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഭരത് അവാർഡല്ല, കൃഷ്ണ അവാർഡാണ്. ശരിക്കും ഭഗവാൻ ശ്രീഹരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഭിനയ ചക്രവർത്തി. സെക്കൻഡ് കണക്കിനാ വേഷം മാറണേ. അങ്ങനെ യോഷിൻ രൂപമതാൽ വിഭു ഭഗവാൻ മോഹിനിയായിട്ട് മാറി. പട്ടേരിപ്പാട് കളിയാക്കി പറയും, പീയൂഷ കുംഭകലഹം പരിമുച്ച സർവേ തൃഷ്ണാകുല പ്രതിയയുത്ത ദുരോജ കുംഭേന്ന്. ഇവളെ എങ്ങനെ സ്വന്തമാക്കാം? അതായി അസുരന്മാരുടെ. ആരാ അസുരന്മാർ? അസുവിൽ രമിക്കുന്നവരാ. അവർക്ക് ഈ പ്രാപഞ്ചിക വിഷയങ്ങളുടെ സൗന്ദര്യ താല്പര്യം. അവരോടി വന്നു. ആരാ നീ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശ്രീസഖിം കനകകുണ്ടലചാരുകർണനാസാകപോലവദനാം. എന്താ നിൻ്റെ പേര്? പരദേവതാഖ്യാം. ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും പരദേവതയല്ലേ. അമൃതകലശം കൈ കൊടുത്തു. അതെ, വിഭജസ്വ യഥാന്യായം. ഞങ്ങൾ തമ്മിൽ കലഹമാണ്, ന്യായം അനുസരിച്ച് ഞങ്ങൾക്കൊന്ന് വിഭജിച്ചു തരണം. ഭഗവാൻ തീരുമാനിച്ചു അസുരന്മാർക്ക് കൊടുക്കാൻ ഒരു ന്യായവും ഇല്ലയെന്ന്. ഇത് മാത്രമല്ല, ഞങ്ങളെ കല്യാണം കഴിക്കാൻ വേണം. ഭഗവാനാകുന്ന മോഹിനി തലയിൽ കൈവച്ചു. 66 കോടി അസുരന്മാരെ ഞാനൊരു പെൺകുട്ടി കല്യാണം കഴിക്കുക. നിങ്ങൾ എന്ത് വൃത്തികേടായി പറയണേ? ഒരു കാര്യം ചെയ്യൂ, ദേവന്മാർ ഒരു പങ്ക്തിയിലിരിക്കൂ, അസുരന്മാർ മറ്റേ പങ്ക്തിയിലിരിക്കൂ. കണ്ണടച്ച് വായ തുറന്നിരിക്കുക. ഞാൻ അമൃതം ഒഴിച്ചു തരാം. ആരാണോ ലാസ്റ്റ് കണ്ണ് തുറക്കണേ അവനെ ഞാൻ കല്യാണം കഴിക്കാം. ഇങ്ങനെ ത്രൈലോക്യ സുന്ദരിയായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും കണ്ണു തുറക്കുമോ? എല്ലാവരും കണ്ണ് തുറന്ന് കണ്ണടച്ച് വായ തുറന്നിരുന്നു. ഭഗവാൻ താം ശ്രീസഖിം കനകകുണ്ടലചാരുകർണനാസാകപോലവദനം പരദേവതാഖ്യാം സംവീക്ഷ സമ്മോമുഹുരുസ്മിത വീക്ഷണേന ദേവാസുരാ വികളിതസ്തന പട്ടികാന്താം. ബദാലസമായ ശരീരം അനക്കിക്കൊണ്ട് പൊന്നിൻ ചിലമ്പുകൾ കിലുക്കിക്കൊണ്ട് ഭഗവാനാകുന്ന മോഹിനി നടുക്കുകൂടെ നടന്ന് അമൃത വിളമ്പിക്കൊടുത്തു. ആർക്ക്? ദേവന്മാർക്ക് മാത്രം. അപ്പോഴാണ് സ്വർഭാനു എന്ന അസുരന് തോന്നിയത്, ഇതെന്തോ ശരിയല്ല. അസുരന്മാരുടെ പങ്ക്തിയിൽ നിന്ന് അമൃത കഴിക്കുന്ന ശബ്ദം കേൾക്കാനില്ല, ദേവന്മാരുടെ പങ്ക്തിയിൽ നിന്ന് കേൾക്കാനുണ്ട്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഭഗവാൻ ദേവന്മാർക്ക് മാത്രം കൊടുക്കണു. അത് ശരിയാവില്ലല്ലോ. മായാമയനായ ഭഗവാനെ കബളിപ്പിച്ചു എന്നുള്ള മട്ടിൽ 1 സെക്കൻഡ് കൊണ്ട് വേഷം മാറി ദേവന്മാരുടെ പന്തിയിലിരുന്നു ദേവനായിട്ട്. ഭഗവാൻ അമൃത് ഒഴിച്ചു കൊടുക്കേണ്ട താമസം ഭഗവാൻ 2 CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ, സൂര്യനും ചന്ദ്രനും. അവർ വിളിച്ചു പറയൂ, അവൻ അസുരനാ, ദേവനല്ല എന്ന്. ചക്രേണ ക്ഷുരനേമിന, ഒറ്റ വെട്ട് 2 കഷ്ണം. പക്ഷേ അമൃത് ഒഴിച്ചു കൊടുത്ത നേരത്താണ് ഉണ്ടായത്, അതുകൊണ്ട് മരിച്ചില്ല. ഞങ്ങളെ ഒറ്റ കൊടുത്തില്ലേ? രാഹുകേതുക്കൾ അങ്ങനെ ഉണ്ടായത്. ഇടയ്ക്കിടയ്ക്ക് സൂര്യനെയും ചന്ദ്രനെയും വന്ന് അങ്ങോട്ട് ഗ്രസിക്കും, വായക്കൂടെ വിഴുങ്ങും. പക്ഷേ ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് പുറത്തേക്ക് വരും. അതാണത്രേ ഗ്രഹണം. ഇടയ്ക്കിടയ്ക്ക് സൂര്യനെയും ചന്ദ്രനെയും വന്ന് പിടിക്കും. കുറച്ച് നേരത്തേക്കേ പിടിക്കാൻ പറ്റുള്ളൂ.